മൈസൂരിലെ ഫസ്റ്റ് ഡേ നമ്മൾ ആദ്യം പോകുന്നത് മൈസൂർ പാലസ് കാണാനായിട്ടാണ്. അപ്പോൾ കുട്ടീസൊക്കെ ഓണാണ്. അങ്ങനെതാ നമ്മൾ പാലസിൻ്റെ കവാടത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ നേരെ പാലസിലേക്ക് കയറുകയാണ്. അപ്പോൾ ചെരുപ്പ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ നമുക്കുണ്ട്. മനോഹരം എന്നല്ല, വളരെ മനോഹരം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ് ഇതിൻ്റെ. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തെ കമ്പയർ ചെയ്യുമ്പോൾ അന്നത്തെ കാലത്ത് ഒത്തിരി മെഷീൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ പോലും ഇത് വളരെയധികം മനോഹരമായിട്ട് ചെയ്തിട്ടുള്ളത് കാണുമ്പോൾ വളരെ അത്ഭുതം തോന്നും. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടുത്തെ രാജാക്കന്മാർ ഗുസ്തി അതുപോലുള്ള കായികപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. മൈസൂർ രാജാവിൻ്റെ കീഴിലുള്ള ഒരു ഗ്രാമത്തിൽ പ്രശ്നം ഉണ്ടാക്കിയ 2 ആനകളെ രാജാവ് നേരിട്ട് പോയി കൊന്ന് അതിൻ്റെ തലതാ കൊട്ടാരത്തിൽ വെച്ചിട്ടുള്ള കഥ കേട്ടിട്ടുണ്ടാവും. ഇതാണത്. പഴയകാലത്തെ പരിമിതികളെല്ലാം മറികടന്ന് ഇത്രയും മനോഹരമായൊരു നിർമ്മിതി നമുക്ക് നൽകിയതിന് ആ ശില്പികൾക്കൊരു നന്ദി. കൊട്ടാരത്തിലെ ഈ തലമുറ ഇപ്പോഴും അവിടെ തന്നെ താമസിക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാ ഭാഗങ്ങളിലേക്കും പ്രവേശനം അനുവദിച്ചിട്ടില്ല. അതിനുശേഷം നമ്മൾ പോയത് സൂയിലേക്കാണ്. ഔദ്യോഗികമായി പറയുകയാണെങ്കിൽ ശ്രീ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻ എന്ന് പറയാം. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴയതും എന്നാൽ പ്രമുഖവുമായ ഒരു മൃഗശാലയാണ്. 157 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ മൃഗശാലയിൽ ഒരുപാട് വന്യമൃഗങ്ങളും പക്ഷികളെയും നമുക്ക് കാണാൻ കഴിയും. രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് പ്രവേശന സമയം. നിങ്ങളിവിടെ പോകാനൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ രാവിലെ തന്നെ പോകുന്നതായിരിക്കും ബെറ്റർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തായിരിക്കും മൃഗങ്ങൾ കൂടുതൽ ആക്റ്റീവായിട്ടുണ്ടായിരിക്കുക. പിന്നെ ചെറിയ കുട്ടികളുമായി യാത്ര ചെയ്യുന്നത് എളുപ്പമാണോ എന്ന് ചോദിക്കുന്നവരോട്, ഐഷു ബേബി സൂയിൽ കയറി ഒരു 10 മിനിറ്റിനുള്ളിൽ ഇറങ്ങിയതാണ്. ടോട്ടൽ ഒരു 2.8 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ആളെ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെയാണ്, അതായത് എല്ലാവരും മാറി മാറി എടുത്തുകൊണ്ടാണ് നമ്മൾ ആ സൂ മുഴുവൻ നടന്നത്. അപ്പോൾ അവസാനമൊക്കെ ആയപ്പോഴത്തേനും ഐഷു ബേബി എഴുന്നേറ്റു. ഇപ്പോൾ ആൾ ഫുൾ ഓണാണ്. ഇതോടുകൂടി ഇന്നത്തെ പരിപാടി അവസാനിച്ചു. വൈകുന്നേരം ഇപ്പോൾ ഹരിയും ഫാമിലിയും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ബാംഗ്ലൂരിൽ നിന്നാണ് വന്നത്. അങ്ങനെ അന്ന് രാത്രിയും നമ്മൾ തന്നെ കുക്ക് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം ചുമ്മാ വർത്താനമൊക്കെ പറഞ്ഞ് ഓരോ തമാശകളും പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അങ്ങനെ അന്നത്തെ ദിവസം അവസാനിച്ചു.